സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അപകീർത്തി പോസ്റ്റിന് പിന്നാലെ മൈസൂരുവിലെ ഉദയഗിരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഘർഷാവസ്ഥ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെയും അർദ്ധനഗ്നരാക്കിയുള്ള ചിത്രവും അതിൽ അറബിയിൽ എഴുതിയ അപകീർത്തി പരാമർശവുമാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി ഒരു വിഭാഗം പ്രതിഷേധവുമായി ഉദയഗിരി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. പ്രതിയെ ഉടൻ തന്നെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതിനിടെ കല്ലെറിഞ്ഞെന്നും ആരോപിച്ച് പോലീസ് ലാത്തി വീശുകയും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകവും പ്രയോഗിച്ചു. 7 പോലീസുകാർക്കും ഏതാനും പ്രദേശവാസികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകീർത്തി പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ സീമ ലത്കർ പറഞ്ഞു. പ്രതിയെ പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടുകയും നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. നിലവിൽ സാഹചര്യം സമാധാനപരമാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചു. ഉദയഗിരി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമീപത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP R ഹിതേന്ദ്ര സ്ഥലത്തെത്തി. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സംഘർഷാവസ്ഥയ്ക്കു കാരണം പോലീസാണെന്ന് കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണ കുറ്റപ്പെടുത്തി. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഉദയഗിരി. കല്യാണഗിരി സ്വദേശിയായ സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജനം വലിയ രീതിയിൽ രോഷാകുലരായി മാറിയിരിക്കുകയാണ്. പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പ്രതിയെ പിടികൂടാത്തതിൽ രോഷാകുലരായിക്കൊണ്ടാണ് ജനം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വലിയ സംഘർഷാവസ്ഥയാണ് ഉണ്ടായത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ ഒന്ന് അടങ്ങിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.